നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തി തന്റെ ജീവിതം മുഴുവനും തന്റെ എഴുത്തുകൾ മുഖേന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്തു, മറ്റുള്ളവരോട് ചോദ്യവും ചോദിച്ചു. പക്ഷേ ഈ ആഴ്ച ഫൈനാൻസ് മിനിസ്റ്റർ പി ചിദംബരം അരുൺ ഷോറിയുടെ മേൽ കുറ്റം ആരോപിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അരുൺ ഷോറി തന്റെ മേൽ ആരോപിച്ച എല്ലാ കുറ്റാരോപണങ്ങൾക്കും ആപ്കി അദാലത്തിൽ വന്ന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ വിചാരണ അരുൺ ഷോറിക്കെതിരായ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ അരുൺ ഷോറി ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. നീതിപീഠത്തിന്റെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് വിമർശനങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഷോറി സാർ, റീസെന്റായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു പാർലമെന്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ താങ്കളെക്കുറിച്ച് ഒരു ചെറിയ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ താങ്കൾക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ജസ്റ്റ് പറഞ്ഞു താങ്കൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ ഭയങ്കര ആക്റ്റീവാണെന്ന്. താങ്കൾ അതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. അല്ല, ഞാൻ അത്രയ്ക്കൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന്. പിന്നെ അദ്ദേഹം ഒരു ക്ലവറായ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിലെനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതുപോലെയാണ്. അദ്ദേഹം അങ്ങനെയാണ് പറയാനായിട്ട് ശ്രമിച്ചത്. വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ പറയാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും മീഡിയ എങ്ങനെയാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്തത്? ഏതോ എൻ്റെ മേൽ ഒരുപാട് കുറ്റം ചുമത്തിയതുപോലെയൊക്കെയാണ്. ശരി, എൻ്റെ മേൽ എന്ത് കുറ്റമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയേ, അതിൻ്റെ ഫാക്ട്സും ഞാൻ തന്നെ പറയാം. ആ കുറ്റാരോപണം എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സെന്റോർ ഹോട്ടലുണ്ട് ജൂഹു, മുംബൈയിൽ. അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സംഭവിച്ച സമയത്ത് താങ്കൾ അതിൽ കൂടുതൽ താല്പര്യമെടുത്തു, ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്തെന്ന്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കാൻ പാടില്ലെന്നാണ്? അതായത് ഒരാൾ, ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ എംപ്ലോയി ആണെന്ന് നിങ്ങൾ കരുതിക്കോ. നിങ്ങൾ എന്നോട് പറയുകയാണ് ഈ സ്റ്റോറി പോയി ആ ഏരിയയിൽ പോയിട്ട് ചെയ്യാനായിട്ട്. ഇന്നത് ഇന്ത്യ ടി വിയിൽ വരണമെന്നും പറയുന്നു. എനിക്ക് പിന്നെ അവിടെ പോയിട്ട് കൊതുകടിക്കാനാണോ പറ്റുന്നത്? ഞാൻ ആക്റ്റീവായിട്ട് എൻ്റെ ജോലിയല്ലേ അവിടെ പോയി ചെയ്യത്തുള്ളൂ. ഇന്ന് ചിദംബരം സാർ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലേ? അതുമാത്രമല്ല, ഈ കേസിലും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് അദ്ദേഹം കാണിച്ചിരുന്നു. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അദ്ദേഹം ഒരു റിട്ടയർഡ് ഓഫീസറെ പേഴ്സണലി സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ടും പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഇൻആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് ആണോ? അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ള ഉദാഹരണം ഞാനിപ്പോൾ പറയാം. പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞു ഈ ഹോട്ടൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടന്ന സമയത്ത്, അതിന്റെ സെയിൽ തീരുമാനിക്കുന്ന സമയത്ത് അവിടെ അജിത് കേൽക്കർ എയർ ഇന്ത്യയുടെ ബോർഡിൽ ഉണ്ടായിരുന്നു. ആ തീരുമാനമെടുത്ത കമ്മിറ്റിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഹോട്ടൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇപ്പൊ ഈ ഹോട്ടൽസിന്റെ കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തീരുമാനമെടുത്ത ആ സമയത്ത് ഈ കേസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനിലേക്ക് പോയി. ആ സമയത്ത് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്നറിയാവോ? ദേവഗൌഡ സാറായിരുന്നു. അപ്പോൾ അതിന് മാത്രമായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് മിനിസ്റ്റർ ഇല്ലായിരുന്നു. ഫൈനാൻസ് മിനിസ്ട്രിയാണ് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആരായിരുന്നു ഫൈനാൻസ് മിനിസ്ട്രി? പി ചിദംബരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ചോദ്യമില്ലായിരുന്നോ ഡയറക്ടർ ആരാണെന്ന്? ആ ഡയറക്ടർ ആരാ അപ്പോയിന്റ് ചെയ്തത്? ഇൻ എനി കേസ് നിങ്ങൾ ഡിസിഷൻ എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഡയറക്ടറാകാൻ പറ്റില്ല. ബിറ്റേഴ്സിനെ പറ്റി കറക്റ്റായ റൂൾസ് ഉണ്ട്. ആര് ക്വാളിഫൈ ആകും, ആര് ഡിസ്ക്വാളിഫൈ ആകും എന്നൊക്കെ. പക്ഷെ നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് ഒരുത്തനെ വെറുതെ അങ്ങ് ഡിസ്ക്വാളിഫൈ ചെയ്താൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പറയും ഇദ്ദേഹം ഒരു ബിറ്ററിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരാൾക്ക് ഫേവർ ചെയ്യുകയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിൽ ചില റൂൾസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമേ ക്വാളിഫൈ ആകാനും ക്വാളിഫൈ ആകാതിരിക്കാനും സാധ്യതയുള്ളൂ. പക്ഷെ ഈ കാര്യം ആരും തന്നെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അവർ മറ്റൊരു സ്പെസിഫിക് ഇതിലുള്ള വേറൊരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് വന്നിട്ട് ഈ ഹോട്ടലുകളിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി ചെയ്യത്തില്ല. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ മറച്ചു വച്ചു. ഈ ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എയർ ഇന്ത്യയുടെ സബ്സിഡറിയാണ്. അതുകൊണ്ട് എയർ ഇന്ത്യയാണിത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളോട് ഫൈനൽ സ്റ്റേജിലാണ് പറഞ്ഞത് സെപ്റ്റംബർ 2001. ഇതാരംഭിച്ചത് 96. സെപ്റ്റംബർ 2001 നിങ്ങളോട് ബിഡ്സിനെ വിളിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് CPM-ന്റെ MPകളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണങ്ങൾക്ക് ചിദംബരം ഉത്തരം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പനി അജിത് കേൽക്കറിന്റെ കമ്പനിയാണ്, പണം നൽകാൻ സാധിക്കുന്നില്ലെന്ന്. പിന്നെ അരുൺ ഷോറി വന്ന് തന്റെ മിനിസ്ട്രിയിൽ
ബാങ്കേഴ്സിനെ വിളിച്ച് പണം എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഗവൺമെന്റ് ഹോട്ടൽ വാങ്ങിക്കുന്നത് പോലെ ചെയ്തു. അതായത് കള്ളം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കി പറയാം. അത് ശരിയാണ്, ഇവരിട്ട ബിറ്റ് വന്നിട്ട് ഞങ്ങൾ സീക്രട്ടായിട്ട് വെച്ചിരുന്ന റിസർവ് പ്രൈസിനെക്കാളും 53% വന്നിട്ട് അധികമായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ബിറ്റ്. അപ്പോൾ ഇയാളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പെനാൽറ്റി ഉണ്ടായിരുന്നു. ഡിസംബർ 31 വരെ 10 ദിവസം എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു ആ കാശ് നൽകുന്നതിന് വേണ്ടി. നമ്മൾ പറഞ്ഞു ശരി നൽകിയേക്ക്, കാരണം 153 കോടി ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നേക്ക്. പക്ഷെ ഞങ്ങൾ കൊടുത്ത കണ്ടീഷൻ നിങ്ങൾ ആ കാശ് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ 5 കോടിയെ 15 കോടിയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹവും ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന് പറഞ്ഞു ഞങ്ങൾ 36 കോടി ഗ്യാരണ്ടി തരാം. അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് നോക്ക്, ഇത് ബാങ്കിന്റെ ഗ്യാരണ്ടി, ബാങ്കുകൾ കാശ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന്. അതിനവര് ബാങ്കേഴ്സിനെ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കും, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ബാങ്കേഴ്സ് വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഇങ്ങനെ ഒരു ലോൺ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങളുടെ അസസ്മെന്റിൽ ഇതൊരു കൊമേഴ്ഷ്യലി നല്ല ഡീലാണെന്നാണ് ചോദിച്ചേ. പക്ഷെ അവർ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നാണ്, നിങ്ങളൊന്ന് എഴുതി തന്നേക്ക് എന്ന് ഞാൻ പറഞ്ഞു. അവർ എഴുതിയും തന്നു. അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് നിങ്ങൾ എഴുതി തരുന്നതിനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്ന്. അതായത് 4 ദിവസം കൊണ്ട് നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾ എഴുതി കൊണ്ടുവന്നത് കൺഫേം ചെയ്യണം. അവരും കൺഫേം ചെയ്തു. അതിനുശേഷം എല്ലാ കാശും ഗവൺമെന്റിലേക്ക് പോയി. അപ്പോൾ ആ മനുഷ്യൻ ആ ഡീലിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം അദ്ദേഹം ആ ഡീലിൽ നിന്ന് ബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് റിസർവ് പ്രൈസിനേക്കാളും 53% കൂടുതൽ. അദ്ദേഹം പിടിക്കപ്പെട്ടു. ആ കാശ് കൊടുക്കേണ്ടി വന്നു. ആ കാശ് ഗവൺമെന്റിലേക്കും പോയി. അവര് പറഞ്ഞതുപോലെ വാല്യൂഷൻ 240 കോടി വെക്കാമായിരുന്നു. പക്ഷേ റിസർവ് പ്രൈസ് ആയിട്ട് 101 കോടിയാണ് വെച്ചത്. ഈ 240 കോടി ഫിഗർ എവിടെന്നാ വന്നത്? ഇന്നലെ ഞാൻ പ്രസിനോടും ചോദിച്ചു. പറയുമ്പോൾ അങ്ങനെ കയറി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനൊരു ബേസിക്സ് വേണമല്ലോ. അഡ്വൈസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, അവർ പ്രോപ്പറായ വാല്യുവേഷനും ചെയ്യും. ഈ പ്രോസസ്സ് ഒരു 6-8 മാസം പോകും. ശരി, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഗ്രോസ് ഫിഗറാണോ? അതിലുള്ള ലയബിലിറ്റീസിനെ മൈനസ് ചെയ്യണോ? ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഈ ഫിഗർ മിഡ്-90s വാല്യൂഷനാണോ? അപ്പോൾ ഈ ഹോട്ടൽ 24 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. അത് ഏത് ലെവൽ വരെ തകർന്നെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഓക്യുപ്പൻസി ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ 43% പോലും ഇല്ലാതായിപ്പോയി. ആ സമയത്ത് 1.5 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴുള്ള വാല്യുവേഷനാണോ അതോ പഴയ വാല്യുവേഷനാണോ? അതും ആർക്കും അറിയില്ല. 240 കോടി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം ഈ റിപ്പോർട്ട്, അഡ്വൈസറിന്റെ റിപ്പോർട്ട്, പിന്നെ ജോയിന്റ് സെക്രട്ടറീസിന്റെ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം കമ്മിറ്റി ആൻഡ് സെക്രട്ടറീസ്, ക്യാബിനറ്റ് സെക്രട്ടറീസിന്റെ നേതൃത്വത്തിൽ നടന്ന കമ്മിറ്റി എടുത്ത വാല്യുവേഷൻ ഡിസിഷന്, അതും എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അങ്ങ് പുറത്തുവിട്ടു. അരുൺ സാർ, ഈ കുറ്റാരോപണങ്ങളെല്ലാം ആദ്യത്തെ പ്രാവശ്യമല്ല പറയുന്നത്. അതായത് 2024 ജൂലൈ 21 CPMന്റെ എംപിമാരാണ് പാർലമെന്റിൽ ഈ ന്യൂസ് കൊണ്ടുവന്നത്. ഫെബ്രുവരിയിൽ വീണ്ടും ഈ കാര്യം പുറത്തു വന്നു. ചിദംബരം സാർ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. സാധാരണ പറയാറില്ലേ, എന്തെങ്കിലും പുക വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഇച്ചിരിയെങ്കിലും തീ കാണുമെന്ന്. അതുപോലെ എന്തെങ്കിലും? ഇല്ല സാർ, പാർലമെന്റിലെ 19 ഡിബേറ്റ് നടന്നിരുന്നു. ഡിഫൻസിന്റെ മേലെ ഒരു പ്രാവശ്യം പോലും നടന്നിട്ടില്ല. ആ 5-6 വർഷത്തിലെ 19 ഡിബേറ്റും ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെയാണ് നടന്നത്. പാർലമെന്റില് 1000-ൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരവും കൊടുക്കുകയുണ്ടായി. പക്ഷെ അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. വേറെ ഒരു പ്രശ്നവും കിട്ടിയില്ലെങ്കിൽ ഇത് കയറി അവർ പിടിക്കും. ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാല്യൂഷനിൽ കയറി അങ്ങ് പിടിക്കും. അതിനുശേഷം ആരെങ്കിലും ഉത്തരം പറയാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ, ഇല്ല ഇത്രയും ഡീറ്റെയിൽ ഇട്ടൊന്നും വേണ്ട, ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയും. സോ എന്നോട് ചോദിച്ചാൽ ഈ കാര്യത്തിൽ ഓപ്പണായിട്ട് ഡിബേറ്റ് നടക്കണം. അത് 10 മണിക്കൂറായിരുന്നാലും പ്രശ്നമില്ല. നിങ്ങളുടെ പോയിന്റ്സ് ശരിയാണ്. പക്ഷേ താങ്കൾ പാർലമെന്റ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയല്ലേ? ഇല്ല, അത് വേറെ കാര്യമാണ്. അതിപ്പോ എന്തുകൊണ്ടെന്നാൽ അത് വേറെ. ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. നിങ്ങളോട് ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, പാർലമെന്റിന് മേലെ യാതൊരു കുറ്റവുമില്ല. എന്നെപ്പോലുള്ള ഒരാൾ പാർലമെന്റിൽ പോകുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും തന്നെ അവിടെ ഇല്ല. കാരണം ആരും എന്തും കേൾക്കാനായിട്ട് തയ്യാറല്ല. ആദ്യം ഇവർ ഓപ്പോസിഷനിൽ ഉണ്ടായിരുന്നപ്പോൾ മറ്റുള്ളവരെ ഇൻട്രപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രഷറി ബെഞ്ചിൽ ഇരുന്നിട്ടും ഒരാളെ കൂടെ ഓപ്പോസിഷനിൽ സംസാരിക്കാനേ വിടുന്നില്ല. ഞാൻ രാജ്യസഭയിൽ ഇടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ജഷ്വന്ത് സാറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ മൈൽഡായിട്ടാണ് സംസാരിക്കുന്നത്.
ജശ്വന്ത് സാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോഴും ഫാക്ട്സ് മാത്രമേ സംസാരിക്കൂ. ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് വിടത്തേയില്ല. താങ്കൾ പ്രസ് കോൺഫറൻസ് നൽകും, ടിവിയിൽ ഇന്റർവ്യൂ നൽകും, പാർലമെന്റ് യൂസ് ചെയ്യില്ലേ? ഇല്ല, നമ്മളെ സംസാരിക്കാനേ സമ്മതിക്കാത്തപ്പോ നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർക്ക് അവരുടെ മുന്നിലേക്ക് സത്യം എത്തിക്കുന്നത് നമ്മുടെയൊക്കെ കടമയല്ലേ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. എല്ലാവരും പാർലമെന്റ് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് നടക്കാത്തതെന്നുള്ള എല്ലാ ഫാക്ട്സും നിങ്ങളുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. അതായത് ഒരു എഗ്രിമെന്റ് നടന്നു കഴിഞ്ഞാൽ വേറെ ഒരിടത്തു നിന്നൊരു സിഗ്നൽ വരും ആ എഗ്രിമെന്റ് വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് അംബിക സോണി, എന്റെ സുഹൃത്ത് സഞ്ജയ് ബാരു ഇവരൊക്കെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയും. എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ അത് അതിന്റെ ആ വഴിക്ക് തന്നെ പോകും. പക്ഷേ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രതിപക്ഷം കുറ്റം ആരോപിക്കുന്നതിന് പകരം ഇപ്പോൾ ഗവൺമെന്റ് തന്നെ കുറ്റം ആരോപിക്കുന്നു. ദിവസവും താങ്കളുടെ കൂടെയുള്ള ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ചാണ്. ഇതാണ് ആദ്യത്തെ തവണ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് എന്റെ ലോകത്ത് തന്നെ ഒരു സിറ്റിംഗ് മിനിസ്റ്ററുടെ മേലെ 420 കേസ്. ഇതൊരു പൊളിറ്റിക്കൽ ഓപ്പോണന്റ് കൊടുത്ത കേസല്ല. ഇത് വന്നിട്ട് അവരുടെ ഗവൺമെന്റ് തന്നെ കൊടുത്തൊരു കേസാണ്. ദേവഗൌഡ ഗവൺമെന്റിലാണ് ഈ കേസ് തന്നെ ആരംഭിച്ചത്. അപ്പോൾ കൊടുത്ത കേസാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു, കോർട്ട് വന്നിട്ട് ചാർജും ഫ്രെയിം ചെയ്തു. ആൻഡ് ഇതേപോലെ ഒരു ഫോൾസ് കേസും പിടിക്കപ്പെട്ടിരുന്നു അങ്ങ് ഗുജറാത്തിൽ. എൻ്റെ കാറിനെ ഡാമേജ് ചെയ്യുന്നു പറഞ്ഞ്. ജാർഖണ്ഡ് കേസിൽ സുപ്രീം കോർട്ട് വളരെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പോൾ സുപ്രീം കോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കണക്കിൽ വരാത്ത ഈ സ്വത്തിൻ്റെ കേസുകളെ എങ്ങനെയാണ് തടഞ്ഞു വച്ചതെന്ന് ചോദിക്കുന്നു. അതൊരു മിനിസ്റ്ററിനെതിരായിട്ട്. അതുകൊണ്ട് അതിനെല്ലാം ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ മേൽ കുറ്റം ആരോപിക്കുന്നത്. ചിദംബരം സാർ താങ്കളുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ലാലു സാർ ജോർജ് ഫെർണാണ്ടസിന്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. ജോർജ് ഫെർണാണ്ടസ് നിതീഷ് കുമാറിന്റെ മേലും ലാലു പ്രസാദിന്റെ മേലും കുറ്റം ആരോപിക്കുന്നു. പരസ്പരം കുറ്റം ആരോപിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഈ വിഷയം തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. അതായത് മീഡിയ ആരെന്ത് പറഞ്ഞാലും അത് വെരിഫൈ ചെയ്യാതെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതുവരെ, എന്താണ് ശരി എന്താണ് തെറ്റി എന്ന് അവർ അന്വേഷിക്കാത്തതുവരെ. അരുൺ സാർ, ഈ വഴക്ക് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും നടുവിലുള്ളതാണ്. പക്ഷേ എല്ലാ ഉത്തരവാദിത്വവും മീഡിയയുടെ തലയിലിട്ടാ എങ്ങനെ? ഇല്ല സാർ, ഇല്ല. ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ മേലെ ഞാൻ ഇടുന്നില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു കാര്യം ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തെ CBIയുടെ എൻക്വയറി വരെ എന്തിനു വെയിറ്റ് ചെയ്യണം? നിങ്ങൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുക. ജനങ്ങളോട് എന്താണ് സത്യം എന്ന് എടുത്ത് പറയേ. ഞാൻ പറയുന്നതും കേൾക്കണ്ട, ചിദംബരം പറയുന്നതും നിങ്ങൾ കേൾക്കണ്ട. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ വിഷയത്തെ പറ്റി നമ്മൾ അന്വേഷിക്കണം. അപ്പോഴേ ഇതിനൊരു തീരുമാനമാകൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതിന്റെ അനന്തരഫലം എന്താന്ന് വെച്ചാൽ ഏതൊരു ഹോണസ്റ്റ് ഓഫീസറിനെ കൊണ്ടും ഒരു തീരുമാനവും എടുക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് ഇന്ത്യ TVയിൽ നിന്നുകൊണ്ട് താങ്കൾക്കൊരു ഉത്തരവാദിത്തം നൽകാം. ഞങ്ങൾ ഓരോ കുറ്റാരോപണങ്ങൾക്കും ഉള്ളിൽ പോയി താങ്കൾ പറയുന്നതും വിശ്വസിക്കില്ല, ഗവൺമെന്റ് പറയുന്നതും വിശ്വസിക്കില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ പൂർണ്ണ പിന്തുണയും നൽകും. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു ഫാക്റ്റ് ആയിരുന്നാലും, അതായത് ഇന്ത്യൻ എക്സ്പ്രസ് അന്വേഷിക്കുന്നത് പോലെ നിങ്ങളും ഇതിൽ കഴിവുള്ളവരാണ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് അന്വേഷിക്കുന്നതിന് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും എൻ്റെ പൂർണ്ണ പിന്തുണ നൽകും. താങ്കളുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, താങ്കളുടെ പ്രൈവറ്റൈസേഷൻ രാഷ്ട്രീയത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ജനങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് അരുൺ ഷോറി എന്തുത്തരമാണ് നൽകുന്നത്? ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കും വിചാരണയ്ക്കും നടുവിലിരിക്കുന്നത് ഇതിനു മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്റ്റർ അരുൺ ഷോറി. ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിന് അനുയോജ്യനായ വ്യക്തി അല്ല എന്നുള്ളതാണ്. ഷോറി സാർ, ജനങ്ങൾ പറയുകയാണ് താങ്കൾ നല്ല മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന്. ഇതിലൊരു കാര്യമുണ്ട്. ഞാൻ ജേർണലിസത്തിൽ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാൾ വളരെ അക്കാഡമിക്കാണ്, ജേർണലിസ്റ്റ് ഒന്നും അല്ല എന്നുള്ളത്, ഇയാളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെ വിദ്യാഭ്യാസമില്ലാത്തൊരു മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെയുണ്ട്. അതൊക്കെ നിങ്ങളുടെ കാര്യം. താങ്കളുടെ പാർട്ടിയിലുള്ള ചിലർ പറയാറുണ്ട് ഇവർ പാരഷൂട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വന്നവരാണ്, ജീവിതം മുഴുവനും പുസ്തകങ്ങൾ എഴുതിയിട്ട് രാജ്യസഭ മുഖേന പാർലമെന്റിലേക്ക് വന്ന് മിനിസ്റ്റർ ആയവരാണെന്നും പറയുന്നു. പാരാട്രൂപ്പേഴ്സ് വന്നിട്ട് ആർമിയിൽ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ യൂസ്ഫുൾ ആണ്. ഇത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്.
നമ്മളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ ജനറൽ ഇലക്ഷനിൽ ജയിക്കുന്നതേ ഇല്ല. അതിൽ ഡോക്ടർ മൻമോഹൻ സിംഗും ഉണ്ട്. അദ്ദേഹം രാജ്യസഭ വഴിയായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ലോകസഭയിൽ ജയിച്ചു വരുന്നവര്. അനന്ത് കുമാറിനെ പോലെ താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന മന്ത്രി അവരുടെ പാർട്ടിയുടെ ഇന്റേണൽ ഫോറത്തിൽ അദ്ദേഹം കുറ്റം ആരോപിച്ചു. ഒരുപക്ഷെ ഞങ്ങൾ ഇലക്ഷനിൽ തോക്കുകയാണെങ്കിൽ ഷൗറി സാറിന്റെ പോളിസി അനുസരിച്ച് അദ്ദേഹം പുസ്തകം എഴുതാൻ വേണ്ടി പോകും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അത് ആനന്ദ്കുമാർ എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. എന്നെ പറ്റി ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞിരിക്കാം. അദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ ഇതുവരെ 18 ബുക്സിൽ 17 ബുക്സ് വരെ എഴുതി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 19ാമത്തെ ബുക്ക് ഇന്നലെയാണ് എഴുതി കഴിഞ്ഞത്, നാഷണൽ സെക്യൂരിറ്റിയെ പറ്റി. എനിക്ക് പുസ്തകം എഴുതുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് പ്രൊഫഷനിൽ ഇരുന്നിരുന്നാലും വേറൊരു പ്രൊഫഷനും സൈഡിലൂടെ കൊണ്ടുപോകണം. ഏതാണ് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അരുൺ സാർ, താങ്കൾ മിനിസ്റ്ററായിട്ടുള്ള സമയത്ത് ഒരു ക്രൂസൈഡർ പോലെ താങ്കൾ പ്രവർത്തിച്ചതായി ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുന്നവരെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടുമെന്നുള്ളൊരു പേടി താങ്കൾക്കുണ്ടായിരുന്നു. എപ്പോഴും പ്രസ്സാണ് പറയാനുള്ളത്, നമ്മുടെ പോർട്ട്ഫോളിയോ പിടിച്ച് വാങ്ങുമെന്നൊക്കെ, ഇപ്രാവശ്യം ഡ്രോപ്പ് ചെയ്യുമെന്നൊക്കെ പറയും. ഇത് വന്നിട്ട് അടൽ സാറും അഡ്വാനി സാറും ഒക്കെ തന്ന സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് എന്നെ അവർ ഡ്രോപ്പ് ചെയ്യാത്തത്. പക്ഷേ ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്തേനെ? അപ്പോൾ 19ാമത്തെ പുസ്തകത്തെ ഇനിയും സ്പീഡിൽ എഴുതിയാണ്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, സത്യസന്ധമായ രാഷ്ട്രീയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് പാർട്ടികൾ വിചാരിക്കുന്നത്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? ഇല്ല, ആരും മണ്ടന്മാരല്ല എന്നുള്ളത് അവർക്കറിയാം. അറിഞ്ഞിട്ടും ഷോറി സാർ, ഇതുപോലത്തെ കുറ്റങ്ങൾ ആരോപിക്കുന്ന സമയത്ത് താങ്കൾ മനസ്സിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഒരു പ്രാവശ്യം കൂടി സർക്കാർ വരികയാണെങ്കിൽ വീണ്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ജോലികളൊക്കെ ചെയ്യൂ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ അഡ്വാൻസ് സാറും പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തുപകാരമാണുള്ളത്? ഞാൻ നിങ്ങളോട് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹോണസ്റ്റായി ഇരിക്കുന്നത് വരെ എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ, സുർജിതിനെ പോലെയൊക്കെ ധൈര്യമായിരിക്കുന്നവർ ചെയ്യും. പക്ഷേ മറ്റുള്ളവർ പറയും ഞാൻ റിട്ടയർ ആകാനായിട്ട് പോകുവാണെന്ന്. 2 വർഷത്തിൽ ഞാനൊരു ഓഫീസർ. ഇപ്പം എന്തെങ്കിലും തീരുമാനം എടുത്ത് അതിന് എൻക്വയറി ഉണ്ടാകും. ഫയൽ തട്ടിവിടാന്ന് വിചാരിക്കും, കമ്മിറ്റിയൊക്കെ ഉണ്ടാകും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഡിഫൻസ് പർച്ചേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് 20,000 കോടി രൂപ വരെ ഡിഫൻസ് മിനിസ്ട്രി റിട്ടേൺ ചെയ്യുന്നത്. 10,000 കോടി റിട്ടേൺ ചെയ്യുന്നത്. ഓർഡേഴ്സ് റീപ്ലേസ് ചെയ്യും. ഓരോ വെപ്പൺ സിസ്റ്റം ഓർഡർ ചെയ്യുന്നതിന് 1 വർഷം മുതൽ 5 വർഷം വരെ അയക്കാം. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതിലും സത്യസന്ധമായിരിക്കുന്നവർക്ക്, സത്യസന്ധത ഇല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവും തന്നെ ഇതിലില്ല. എന്തെങ്കിലും ഒരു തീരുമാനം അപ്പം തന്നെ എടുക്കും. അവർക്കറിയാം ഈ ക്രിമിനൽ കേസിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ സത്യസന്ധമായിരിക്കുന്നവർക്ക് അവരുടെ പേര് നശിക്കാതിരിക്കാൻ വേണ്ടി ഒരു പേടിയുണ്ടാകും, അവർക്കൊരു ഭയമുണ്ടാകും. ശരി, വിട്ടേക്കെന്ന് പറയും. ഒരു വ്യൂവർ ഒരു മെയിൽ അയച്ചിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അരുൺ ഷോറി വളരെ മനോഹരമായിട്ട് കവിത പറയും. അദ്ദേഹത്തിന്റെ ഒരു ഡയലോമയിൽ അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുമെന്നും പറയുന്നു. ഈ ചിദംബരം പറയുന്ന കുറ്റാരോപണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, इनकी हाँ को हाँ न समझो, इनकी ना को ना न समझो. कोई और ही बोल रहा होगा, इनकी जुबान को इनकी जुबान न समझो. ഇനിയും പല ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ട്. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എഡിറ്ററിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ അരുൺ ഷോറിയോടാണ്. ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പറഞ്ഞ വാക്ക് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അരുൺ സാർ, പല എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഒരു വലിയ എക്സാമ്പിൾ എടുക്കാൻ പോവുകയാണ്. താങ്കൾ ടൈംസ് ഓഫ് ഇന്ത്യയിലുള്ള സമയത്ത് താങ്കൾ പറഞ്ഞത് അത് ന്യൂസ് പേപ്പർ അല്ല, ഒരു സർക്കാരാണെന്ന്. സർക്കാരിന് വേണ്ടി ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. പക്ഷേ ഇപ്പോൾ സന്ദർഭം കിട്ടിയതും താങ്കൾ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങിയില്ല. ഇല്ല, അത് വേറൊരു രീതിയിലും കാണാൻ പറ്റും. ഒരു ന്യൂസ് പേപ്പർ വന്നിട്ട് സർക്കാരിനെ പോലെ പെരുമാറുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു സർക്കാരിൽ ന്യൂസ് പേപ്പറിൻ്റെ ആ രീതിക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യാം. അടൽ സാറിൻ്റെ സർക്കാർ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതാണ് സത്യം. താങ്കൾ ഇന്ത്യൻ എക്സ്പ്രസിൽ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് 1987 ശേഷം താങ്കൾ റിലയൻസ് ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. പക്ഷേ താങ്കൾ മന്ത്രിയായതിനു ശേഷം അതേ കമ്പനിയെ താങ്കൾ പ്രശംസിച്ച് തള്ളുകയും ചെയ്തു.
അല്ല, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വളരെ വാശിക്കാരനാണ്, എല്ലാവരെയും ദേഷ്യപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആളാണെന്നാണ്. പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ സുഹൃത്ത് ഗുരുമൂർത്തി ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് കാണിച്ചിരുന്നു റിലയൻസ് ചെയ്ത ചില നടപടികൾ അവർക്ക് കൊടുത്ത ലൈസൻസിനേക്കാളും അധികമായിരിക്കുന്നു എന്ന്. അതിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, എവിഡൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് പേപ്പറിലും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നു. അതാണ് ഞാനെൻ്റെ സ്പീച്ചിൽ പറഞ്ഞത്. വീരുഭായ് അംബാനിയുടെ മരണാന്തര ചടങ്ങ് ഫംഗ്ഷനിൽ പ്രസിഡന്റും ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗും ഉണ്ടായിരുന്നു. ആ സ്പീച്ച് എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. അവർ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോയതാണ്. അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ആ ലൈസൻസിങ് സിസ്റ്റം ശരിയല്ല എന്ന് ഇപ്പം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർ ലംഘിച്ചതും. അതുകൊണ്ടിപ്പോൾ ലൈസൻസിങ് സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ലൈസൻസിങ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ല. ഇത് വന്നിട്ട് ഞാൻ 1965 ഡോക്ടർ തീസിസ് ചെയ്യുമ്പോൾ തന്നെ ഈ ലൈസൻസിങ് സിസ്റ്റത്തിന് എതിരായിട്ട് എഴുതിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ സിസ്റ്റം കാരണം ഇന്ത്യ ഒരു ജനറേഷനെ ലൂസ് ചെയ്യും, 25 വർഷം പിന്നോട്ട് പോകുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചതും. ഗവൺമെന്റ് ഒരു ലൈസൻസിംഗ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിലുള്ള പഴുതുകൾ കണ്ടുപിടിച്ച് ധീരുഭായ് അംബാനിയെപ്പോലുള്ള ഒരു ഹീറോ ആയി മാറുന്നു. അവരാ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഗവൺമെന്റിന് തന്നെ മനസ്സിലാവുന്നത് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. ഓക്കെ, ഇപ്പോൾ ജഡ്ജ് സാർ പറഞ്ഞതുപോലെ ഏകദേശം ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ സ്പീച്ചിൽ സംസാരിച്ചത്. ഒരു നോബൽ പ്രൈസ് പോലും എനിക്ക് കിട്ടിയിരുന്നു. അതായത് 20ാം നൂറ്റാണ്ടിലെ താത്വികവാദിയായിരുന്ന പ്രൊഫസർ ഹൈക്ക്, അദ്ദേഹത്തിൻ്റെ ആശയം ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമുദായം ചില സമയങ്ങളിൽ സിസ്റ്റത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന്, അത് കാരണം സിസ്റ്റം തന്നെ മാറുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയാളുടെ വ്യൂ എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുന്നുവെന്ന്. അതായത് അപ്പോൾ താങ്കൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വേറൊരു ചിത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ താങ്കൾ ജനങ്ങളോട് മാപ്പ് ചോദിക്കണ്ടേ? മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് എനിക്കിന്ന് ശരിയായിട്ട് തോന്നിയ ഒരു കാര്യത്തെ ഞാൻ പറയും, അതിനുശേഷം ജനങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. ഞാൻ പറയുന്നത് നടക്കണമെന്നില്ലല്ലോ. നിങ്ങൾ ലൈസൻസിങ് സിസ്റ്റത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അതിൽ എൻ്റെ കാഴ്ചപ്പാട്, പിന്നെ ജഡ്ജിൻ്റെ കാഴ്ചപ്പാട്, അതായത് 40 വർഷമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയത് തൊട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഒരേപോലെയാണുള്ളത്. ഇത് സത്യമാണോ? താങ്കൾ IPCL ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ റിലയൻസ് എൻട്രി ആയ സമയത്ത് താങ്കളുടെ മേൽ ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു. അതെ, വളരെ പ്രഷർ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. അതായത് റിലയൻസ്, ഇപ്പോൾ ഈ റിലയൻസിനെ നോക്കുകയാണെങ്കിൽ ഏത് ബിറ്റർ ആയിരുന്നാലും അവിടെ വരുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ടിംഗ് ലൈൻ തൊട്ട് തന്നെ അവരുടെ മേൽ ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് മിനിസ്റ്ററിൻ്റെ അടുത്ത് അയക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ റൂയ, അതായത് ഗ്രൂപ്പ് കമ്പനി കൊൽക്കത്തയിൽ 17 വർഷമായിട്ട് വളരെ മോശപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അയാൾ ബിറ്റിൽ ജയിച്ച ഉടനെ ഹൈക്കോർട്ടിലെ കേസസ്, സുപ്രീം കോർട്ടിലെ കേസസ്, ഇങ്ങനെയെല്ലാം ചെയ്ത് 1.5 വർഷത്തിൽ തലകീഴായിട്ട് മറിച്ചു. അതുപോലെ തന്നെ ടാറ്റ മുന്നേറി വന്ന സമയത്ത് എയർ ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാറ്റയ്ക്കെതിരെ വലിയ ക്യാമ്പയിൻ വരെ നടത്തി. പാർലമെന്റിന് പുറത്ത്. അതുപോലെയാണ് റിലയൻസിനെതിരെ നടന്നത്. ഒരു വലിയൊരു സ്ട്രോങ് നോട്ട് വന്നു. അത് ഒരു 23 പേജസ് ഉണ്ടാവും, റിലയൻസിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരാൾ, എൻ്റെ സുഹൃത്ത് തന്നൊരു നോട്ട്. ഞാൻ ആ ഫയലിൽ എൻ്റെ ഒപ്പീനിയനെ ഡിറ്റക്റ്റ് ചെയ്തെഴുതി. ഇവിടെ സെക്രട്ടറി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഗം ശരി തന്നെയാണ്, പക്ഷേ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ എടുത്തു വയ്ക്കാനായിട്ട് പാടില്ല. ഈ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങണമെന്ന് പറഞ്ഞു. കാരണം അത് വളരെ വലിയ ഡിസിഷനാണ്. കാരണം അതിൽ റിലയൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റ് വാർ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മേലെ ബ്ലെയിം വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലോയിലുള്ള പോയിന്റ് മാത്രമല്ലേ ഞാൻ എടുത്തു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അത് കറക്റ്റ് തന്നെയാണ്, എന്നിരുന്നാലും നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ഞാൻ അടൽ സാറിനോട് സംസാരിക്കേണ്ടായി. നിങ്ങളുടെ പെർമിഷൻ വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റിങ്സ് പറയുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ എൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇത് റിലയൻസിൻ്റെ കാര്യമായതുകൊണ്ട് നിങ്ങളോട് ഇതിനെപ്പറ്റി ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ കുറ്റമെല്ലാം എൻ്റെ തലയിലോട്ട് വരും, പണം വാങ്ങിയിട്ട് റിലയൻസിന് ഫേവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അടൽ സാർ പറഞ്ഞു, അതിനും സാധ്യതയൊക്കെ ഉണ്ട് എന്ന്. ശരി, എന്ത് കാര്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്താണോ ശരിയാണെന്ന് തോന്നുന്നത് അത് ചെയ്യാൻ പറഞ്ഞു, പേടിക്കാനായിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞു. ആലോചിച്ച് നോക്ക്, ഒരു പ്രൈം മിനിസ്റ്റർ സപ്പോർട്ടായിട്ട് ഉള്ളപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാകും.
കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടി. അത് റിലയൻസ് ആയിരുന്നാലും ടാറ്റ ആയിരുന്നാലും ആരായിരുന്നാലും ശരി. ചോദ്യങ്ങളുടെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അരുൺ ഷോറിയോടാണ്. ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ പാർട്ടിക്ക് തന്നെ ഒരു ഭാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളുടെ ഹിസ്റ്ററി നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, കോളേജിൽ താങ്കൾ ഹോക്കി കളിക്കുമായിരുന്നു, ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും ആയിരുന്നു. അതെ, ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ടീമിലുള്ള എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം താങ്കൾ മുന്നിൽ പോവുകയാണ്, ബാക്കി എല്ലാവരും പുറകിലാണ്. അത് അസൈൻമെന്റുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിച്ചു. അതൊരു കോൺട്രവേഴ്ഷ്യൽ അസൈൻമെന്റ് ആണ്. ആര് ചെയ്താലും എതിർപ്പുണ്ടാകും. ഇംഗ്ലണ്ടിൽ പോലും ഗവൺമെന്റ് കമ്പനി സെല്ല് ചെയ്യുമ്പോൾ അവിടെയും ഇതുപോലെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റു സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളെ മാറ്റിമറിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം. പക്ഷെ അത് ഫോറിൻ പോളിസി ആയിരുന്നാൽ അത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറത്തില്ല. ഇതാണ് താങ്കളുടെ പാർട്ടിയിലുള്ള ചിലരും പറഞ്ഞത്. അരുൺ ഷോറി എന്ന നേതാവ് പാർട്ടിക്ക് ഒരു ഭാരമായിരിക്കുകയാണ്. കാരണം താങ്കൾ ചെയ്ത പ്രൈവറ്റൈസേഷൻ, താങ്കൾ എടുത്ത ചില തീരുമാനങ്ങൾ കാരണം ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ബാധിപ്പ് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇലക്ഷനിൽ വോട്ട് കിട്ടാതെ പോകുമെന്നും പറയുന്നു. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെന്താന്ന് വെച്ചാൽ പഞ്ചാബില് വോട്ടെടുപ്പുണ്ടായിരുന്നു. അവിടെ സ്വത്ത് ഉൽപ്പന്നയെ വളരെ പ്രശംസിച്ചു. മധ്യപ്രദേശില്, രാജസ്ഥാനില് അവിടെയൊന്നും ഇതിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എഫക്റ്റായി. അതിനിപ്പോ വേറെയും കാരണങ്ങളുണ്ടാവാം. അതിപ്പോ പറയുകയാണെങ്കിൽ ഇതിനൊരു കാരണമേ ഉള്ളൂ. സോണിയാഗാന്ധിയുടെ പോപ്പുലാരിറ്റി കാണാൻ താങ്കൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇല്ല, അതും ഉണ്ടാകാം. ഇതിനു മുന്നേ സംഭവിച്ചു നോക്കൂ. അവരും തോൽവികളെ ഫേസ് ചെയ്തിട്ടുണ്ട്. അവർ വളരെ ബുദ്ധിശാലി എന്ന് പറയും. ഗോവ ജാർഖണ്ഡ് വിഷയത്തിൽ അതിന്റെ പ്രതിഫലനവും ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ചില മിനിസ്റ്റേഴ്സിനെയൊക്കെ കൂടെ വച്ചിട്ട് അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ നല്ല മനുഷ്യരുടെ ഇമേജ് നശിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അതുള്ളൊരു ബുദ്ധിപരമായ നീക്കമാണെന്ന് പറയാൻ സാധിക്കില്ല. എന്റെ ചോദ്യം എന്താണെന്നാൽ, താങ്കൾ നരേന്ദ്രമോദിയെ പോലെയുള്ള ചില ആളുകൾ, അതായത് ഹിന്ദുത്വവുമായി ബന്ധമുള്ള നേതാക്കന്മാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ താങ്കളുടെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാനിപ്പോ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാറില്ല. അതിപ്പോ നിങ്ങൾ മിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പേര് പറയുകയുണ്ടായി. എന്റെ അറിവിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ല. അതായത് മീഡിയയാണ് അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വികസനത്തിന്റെ തീരുമാനങ്ങളിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ യാതൊരു എക്സാമ്പിളും അവിടെ ഇല്ല. 2 വർഷത്തിൽ സർക്കാരിന്റെ വരുമാനത്തിൽ 1/3 ഭാഗം ആരാണ് കുറച്ചത്? എത്ര പേർ ഇതുപോലുള്ള അൺപോപ്പുലർ ഡിസിഷൻ എടുത്തിട്ടുണ്ട്? കൃഷിയിടങ്ങളിൽ വൈദ്യുത ബില്ല് കൂട്ടി, ബസ് ടിക്കറ്റ് പ്രൈസും കൂട്ടി, അതിനുശേഷം ഹോസ്പിറ്റൽ ചാർജസും കൂട്ടി. അതുമാത്രമല്ല, വെള്ളത്തിന്റെ കാര്യത്തിൽ ഇടപെടുകയാണ്. MLA-മാരെല്ലാം അദ്ദേഹത്തിനോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കോർപ്പറേഷൻ നേതാക്കളെയും MLA ആക്കിയിട്ടില്ല. അതുപോലുള്ള MLAs ഇല്ല. സോ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഒരു നല്ല സർക്കാരിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഗുജറാത്തിൽ കലാപം നടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാരാണ്, ആ സർക്കാർ അത് തടഞ്ഞു നിർത്തുന്നതിന് പകരം എരിതീയിൽ എണ്ണ ഒഴിച്ചതായി നമുക്ക് പബ്ലിക്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ നരേന്ദ്രമോദി സാറെ ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഭാഗം പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് വെച്ച് നമ്മളൊരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല. അതിപ്പോ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ അത് കണ്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അതൊക്കെ മാറ്റി ഇവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ചോദ്യം ഇങ്ങനെയാണെങ്കിൽ, പബ്ലിക് ഇങ്ങനെയാണ് നോക്കി കാണുകയാണെങ്കിൽ, മീഡിയയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഫാക്ട്സ് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരെ തന്നെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കണം. അതായത് അരുൺ ഷോറി സാർ, താങ്കൾ ജേർണലിസ്റ്റായിരുന്ന സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നുള്ള മീഡിയ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളും മീഡിയയാണോ കുറ്റപ്പെടുത്തുന്നത്? ഇല്ല സാർ. അതായത് ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ എനിക്കും ഒരാശയമുണ്ടായിരുന്നു. അതായത് ഞാൻ പറയുന്നതാണ് ശരി, പബ്ലിക് എന്നെ ഫോളോ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. പബ്ലിക് അതിനെപ്പറ്റി നല്ലൊരു അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയണം, അതിനെപ്പറ്റി ചിന്തിക്കണം, ഒരു തീരുമാനമെടുക്കണം.
പബ്ലിക് ഒരാൾ പറയുന്നത് മാത്രം പിന്തുടർന്ന് പോയാൽ ഡെമോക്രസി അവിടെ ഫെയിലാണ്. ജയലളിതയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങൾ പ്രൂവ് ആയാലും അവർ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവർ ജയിക്കാറുണ്ട്. മൻമോഹൻ സിംഗ് സൗത്ത് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം തോറ്റുപോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പബ്ലിക് എല്ലാവരും ഒരു കാര്യത്തെ നല്ലതുപോലെ അന്വേഷിക്കണം. അതിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റിയും ചിന്തിക്കണം. അവർ വോട്ട് ചെയ്യുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളെയും പറ്റി ചിന്തിച്ചു വേണം വോട്ട് ചെയ്യാനായിട്ട്. ഇനിയൊരു കാര്യം, നമ്മളെല്ലാവരും ചേർന്നിട്ട് ഒരു പ്രഷർ ഉണ്ടാക്കണം. അപ്പോഴേ സർക്കാരിന്റെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണോ താങ്കളെപ്പോലുള്ള ആളുകൾ ഇലക്ഷനിൽ നിൽക്കാതിരിക്കുന്നത്? നമ്മൾ നിൽക്കുന്നതിന് വേണ്ടി ആരും നമുക്ക് സീറ്റ് തരുന്നില്ലല്ലോ. നിങ്ങൾ എൻ്റെ കാര്യം വിട്ടേക്ക്. ഇപ്പോൾ എന്ത് സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളതെന്ന് വച്ചാൽ, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ആൾക്കാർ തിരഞ്ഞെടുപ്പിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായെങ്കിൽ ഇത് വളരെ സീരിയസ് ആയ സിറ്റുവേഷനാണ്. ഇതിനെപ്പറ്റി നാട് മുഴുവൻ നല്ലതുപോലെ ചിന്തിക്കണം. ഈ അവസ്ഥ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ, അത് മാത്രമല്ല ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്നും ചിന്തിക്കണം. അതായത് നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റം എന്തുമാത്രം മോശമാണെന്ന് വെച്ചാൽ അത് ശരിയാക്കാനും റിഫോംസ് ചെയ്യാനും ഒരു തയ്യാറെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷനെ ഫാദേഴ്സാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് എടുക്കാതെ അങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരേ ഒരു ചോദ്യം, താങ്കളുടെ പാർട്ടി താങ്കളോട് ലോക്സഭ ഇലക്ഷനിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ താങ്കൾ അത് തെരഞ്ഞെടുക്കുമോ അതോ രാജ്യസഭ മാത്രമേ തെരഞ്ഞെടുക്കുകയുള്ളൂ? അതെല്ലാം പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരുപക്ഷെ ഇയാൾക്ക് സീറ്റ് കൊടുക്കണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചേക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ തോക്കുകയാണെന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഇയാൾക്ക് ലോക്സഭാ സീറ്റ് പോലും കിട്ടരുതെന്ന് പാർട്ടി ചിലപ്പോൾ തീരുമാനമെടുത്തേക്കാം. എന്തായിരുന്നാലും അവരാണ് തീരുമാനമെടുക്കുന്നത്. നമ്മൾ പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഉത്തരവും നമ്മൾ കണ്ടു. പക്ഷേ ജനങ്ങളുടെ ജഡ്ജി ഇതിനെന്താണ് ജഡ്ജ്മെന്റ് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് ബ്രേക്കിന് ശേഷം നോക്കാം. ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിയായിരുന്ന അരുൺ ഷോറിയോട്. അരുൺ ഷോറിയുടെ ഈ വിചാരണയിൽ ജനങ്ങളുടെ ജഡ്ജിയായ സുർജിത് ബലയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ഈ വിചാരണ കേട്ടതിന് ശേഷം താങ്കൾക്ക് 4 ശിക്ഷകൾ വിധിക്കാനുണ്ട്. ഒന്നാമത്തേത്, UPA ഭരണത്തിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്റ്ററുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ശിക്ഷ എന്താണെന്നാൽ താങ്കൾ അവിടെ പോയി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്റ്റർ ആവണം. രണ്ടാമതായി താങ്കൾക്ക് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണം താങ്കളൊരു ടീം പ്ലെയർ അല്ല, ഫിറ്റായ ആളല്ല എന്നാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊരു ക്യാപ്റ്റനായിട്ട് താങ്കളെ പരിഗണിക്കാവുന്നതാണ്. ഇതാണ് താങ്കൾക്കുള്ള രണ്ടാമത്തെ ശിക്ഷ. മൂന്നാമതായി താങ്കളൊരു ഭാരമാണെന്ന് പറയുന്നുണ്ട്. അതിനുള്ള ശിക്ഷ എന്താണെന്നാൽ താങ്കൾ പാർട്ടിയുടെ അധ്യക്ഷനായി മാറണം. അതിനുശേഷം ആ ഭാരമൊക്കെ കുറഞ്ഞോളും. നാലാമത്തെ ശിക്ഷ എന്താണെന്നാൽ താങ്കൾ ഇപ്പോൾ ഒരു കവിത ചൊല്ലണം. ഈ കവിത ഫിരാഗിൻ്റെ വരികളാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, ആ സർക്കാർ പോയല്ലോ, ആ സർക്കാരിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു വേവലാതിയും ഇല്ല എന്നൊക്കെ. ഫിരാഗിന് ഒരു സുന്ദരമായ വരികളുണ്ട്, അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. वो थी शपे वस्ल, ये है सुबह शपे वस्ल. That was the evening of our being together. This is the morning after the evening of our being together. उसके वायदों को भुला, रात गई बात गई. അടുത്ത് പുതുതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഈ വിശ്വാസത്തോടുകൂടി അരുൺ ഷോറി എല്ലാ പ്രതിബന്ധങ്ങളെയും കടന്നു ചെല്ലും. അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങൾക്കും ഇതുപോലെ അദ്ദേഹം ഉത്തരം നൽകും. ഈ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ആപ്കെ അദാലത്തിൽ ഒരു പുതിയ വിചാരണയോടുകൂടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.